നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി സംസാരിച്ചിരുന്നപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. പലപ്പോഴും രാത്രി കൃത്യമായി ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ക്ഷീണവും തലവേദനയും ഒക്കെ അനുഭവപ്പെടാറില്ലേ? നമ്മൾ വിചാരിക്കും അത് ജോലിഭാരം കൊണ്ടോ അല്ലെങ്കിൽ ശരിക്ക് ഉറങ്ങാത്തത് കൊണ്ടോ ആണെന്ന്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ കിടന്നുറങ്ങുന്ന ദിശ, അതായത് നമ്മൾ കൃത്യമായി ഏത് ഭാഗത്തോട്ടാണ് തലവെച്ച് ഉറങ്ങുന്നത് എന്നത് നമ്മുടെ ശരീരത്തെയും ഊർജത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വടക്കോട്ട് തലവെച്ച് കിടന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പണ്ടുള്ളവർ പറയാറുള്ളത് ഞങ്ങൾ ഓർത്തു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, ഈ ഒരറിവ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും വിധം ഒരു വീഡിയോ ചെയ്താൽ എന്താണ് എന്ന്. നമ്മുടെ കാരണവന്മാർ പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് വെടക്ക് തലയും വടക്ക് വെക്കരുത് എന്നത്. അതായത് മോശം തല പോലും വടക്കോട്ട് വെച്ച് ഉറങ്ങരുത് എന്ന്. അതൊരു പഴഞ്ചൊല്ല് പോലെ പറയുന്നതാണ്. വെറൊരു വിശ്വാസം മാത്രമല്ല ഇതിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങളും വാസ്തുശാസ്ത്രപരമായ വശങ്ങളുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉറങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിശ ഏതാണ്, ഓരോ ദിശയിലും തലവെച്ച് ഉറങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായും കാണുക. വടക്കോട്ട് തലവെച്ചാൽ എന്തുകൊണ്ട് ക്ഷീണം തോന്നുന്നു? നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ട ദിശയെക്കുറിച്ച് പറയാം. വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ വലിയ ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. ഭൂമിയുടെ കാന്തിക വലയവും നമ്മുടെ ശരീരവും, നമ്മുടെ ഭൂമിക്ക് വടക്കോട്ടും തെക്കോട്ടും ശക്തമായ ഒരു കാന്തിക വലയമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലും രക്തത്തിലുമുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക ഊർജമുണ്ട്. രക്തയോട്ടത്തിലെ വ്യതിയാനം. നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ വടക്കൻ കാന്തിക ധ്രുവവും നമ്മുടെ തലയിലെ കാന്തികതയും തമ്മിൽ വികർഷണം ഉണ്ടാകുന്നു. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം അമിതമായി വർദ്ധിപ്പിക്കും. രക്തയോട്ടം ഇത്തരത്തിൽ മാറുമ്പോൾ നമ്മുടെ ഉറക്കം അസ്വസ്ഥമാവുകയും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. ഇതുകൊണ്ടാണ് 7-8 മണിക്കൂർ കിടന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തോന്നാത്തതും ഭയങ്കരമായ ക്ഷീണവും തലവേദനയും അനുഭവപ്പെടുന്നതും. പ്രായമായവരിലോ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിലോ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ എനിക്ക് കിഴക്കോട്ട് തലവെച്ച് കിടന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ക്ഷീണമില്ലാതെ നല്ല ഊർജത്തോടെ എഴുന്നേൽക്കാൻ ഏത് ദിശയാണ് നല്ലത് എന്ന് നോക്കാമല്ലോ. അതിൽ ആദ്യത്തേതാണ് കിഴക്ക്. പഠിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ഏറ്റവും അനുയോജ്യമായ ദിശയാണ് കിഴക്ക്. സൂര്യൻ ഉദിക്കുന്ന ദിശയായതുകൊണ്ട് പ്രകൃതിയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് കിഴക്ക് നിന്നാണ് വരുന്നത്. കിഴക്കോട്ട് തലവെച്ചുറങ്ങുന്നത് ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ സഹായിക്കും. വാസ്തുശാസ്ത്രപരമായും ശാസ്ത്രപരമായും കിഴക്കോട്ട് തലവെച്ചുറങ്ങുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് നല്ല ഭാരക്കുറവും ഉന്മേഷവും അനുഭവപ്പെടും. തെക്കോട്ട് തലവെച്ചാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രപരമായും വാസ്തുപ്രകാരവും മുതിർന്നവർക്കും കുടുംബനാഥന്മാർക്കും ഉറങ്ങാൻ ഏറ്റവും മികച്ച ദിശ തെക്ക് ആണ്. ശാന്തമായ ഉറക്കവും. നമ്മൾ നേരത്തെ പറഞ്ഞ കാന്തിക വലയത്തിൻ്റെ സിദ്ധാന്തം ഇവിടെ കൃത്യമായി പ്രവർത്തിക്കും. നമ്മൾ തെക്കോട്ട് തലവെക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക വലയവുമായി നമ്മുടെ ശരീരം കൃത്യമായി പൊരുത്തപ്പെടുന്നു. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നവർക്ക് നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കും. മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും ഈ ദിശയാണ് ഏറ്റവും ഉത്തമം. പടിഞ്ഞാറോട്ട് തലവെച്ചാൽ എന്ത് സംഭവിക്കും? ഇതിനെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ശരാശരി ദിശയായിട്ടാണ് കണക്കാക്കുന്നത്. കിഴക്കോട്ടോ തെക്കോട്ടോ തലവെക്കാൻ നിങ്ങളുടെ മുറിയിൽ സാഹചര്യമില്ലെങ്കിൽ മാത്രം പടിഞ്ഞാറ് ദിശ തിരഞ്ഞെടുക്കാം. എന്നാൽ ചില വിശ്വാസങ്ങൾ പ്രകാരം പടിഞ്ഞാറോട്ട് തലവെച്ച് ഉറങ്ങുന്നത് കരിയറിൽ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ അല്പം അലസതയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. എങ്കിലും വടക്കോട്ട് വെച്ച് കിടന്ന് ശരീരം കേടാക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പടിഞ്ഞാറോട്ട് തലവെക്കുന്നത്. ഇനി ആരോഗ്യത്തിന് പുറമെ ഈ ദിശകൾ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെയും കരിയറിലെ ഉയർച്ചയെയും എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വാസ്തുശാസ്ത്രപ്രകാരം ദിശകൾക്ക് നമ്മുടെ സമ്പത്തുമായി വലിയ ബന്ധമുണ്ട്. വടക്ക് ഭാഗം
വാസ്തുപ്രകാരം വടക്ക് ദിശ എന്നത് ധനദേവനായ കുബേരൻ്റെ ദിശയാണ്. എന്നാൽ ഈ ദിശയിലേക്ക് തലവെച്ച് ഉറങ്ങുമ്പോൾ, അതായത് നമ്മുടെ കാൽ തെക്കോട്ട് വരുമ്പോൾ, അത് ലക്ഷ്മി ദേവിയോടും കുബേരനോടും കാണിക്കുന്ന അനാദരവായി കണക്കാക്കപ്പെടുന്നു. ഇത് കരിയറിൽ പെട്ടെന്നുള്ള തടസ്സങ്ങൾ, ബിസിനസ്സിൽ നഷ്ടം, അനാവശ്യമായ പണച്ചെലവ്, കടബാധ്യതകൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. തെക്ക് ഭാഗം നോക്കിയാലോ? സാമ്പത്തിക ഉയർച്ച. തെക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നത് വഴി നമുക്ക് നല്ല മാനസിക സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കും. ഇത് ബിസിനസ്സിലും ജോലിയിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും. വാസ്തുപ്രകാരം ഇത് സമ്പത്തും പ്രശസ്തിയും വർദ്ധിപ്പിക്കാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനും സഹായിക്കുന്ന ദിശയാണ്. ഇനി കിഴക്ക് ഭാഗം. കരിയറിലെ വളർച്ച. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ബിസിനസ് തുടങ്ങുന്നവർക്കും കിഴക്ക് ദിശ വളരെ നല്ലതാണ്. ഇത് പുതിയ അവസരങ്ങൾ വരാനും കരിയറിൽ വലിയ ഉയർച്ച ഉണ്ടാകാനും സഹായിക്കും. അതുകൊണ്ട് വെറുതെ കിടന്നുറങ്ങുക മാത്രമല്ല, കൃത്യമായ ദിശ നോക്കി ഉറങ്ങിയാൽ ആരോഗ്യത്തോടൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അകാരണമായി ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ ദിശ ഒന്ന് പരിശോധിക്കൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും ആദ്യം തെക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തലവെക്കാൻ ശ്രദ്ധിക്കുക. വടക്കോട്ട് മാത്രം ഒരു കാരണവശാലും തലവെക്കരുത്. ഈ ഒരു ചെറിയ മാറ്റത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിലും ഉറക്കത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ കേൾക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നില്ലേ നമുക്കിതൊക്കെ ഉണ്ടാവാറുണ്ട് വീട്ടിൽ. എത്രത്തോളം ഉറങ്ങിയാലും ഒരസുഖങ്ങളും ഇല്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം, അല്ലെങ്കിൽ മാനസികപരമായി എപ്പോഴും ഒരു സങ്കടം പോലെ. എന്നാൽ അതിനൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ കുട്ടികൾക്ക് എന്നും മാറാത്ത രീതിയിൽ പല പല അസുഖങ്ങൾ, അല്ലായെങ്കിൽ എത്രത്തോളം ശമ്പളം ഉണ്ടെങ്കിലും എത്രത്തോളം പണം വന്നു കഴിഞ്ഞാലും അതൊന്നും ഒരു തികയാത്തതുപോലെ, അല്ല എങ്കിൽ കടങ്ങൾ, ഇതൊക്കെ പല പല വീടുകളിലും ഉണ്ടാവാറില്ലേ. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കാമെന്ന്. അതിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മൾ തല വെക്കുന്ന ദിശ, അല്ല എങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കന്നിമൂലയിൽ ഇത് ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. അതുപോലെ തന്നെയാണിത്. വീട് വെക്കുമ്പം ആരെങ്കിലും നല്ല സ്ഥലം നോക്കാതെയോ നല്ല സമയം നോക്കാതെയോ വീട് വെക്കാറുണ്ടോ? നമ്മുടെ മുമ്പിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഇത് ഓരോന്നും കൂടുതലായി നമ്മൾ വിശ്വസിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബം ഒരു വീട്ടിൽ 2 മക്കളുമായി ജീവിക്കുമ്പോൾ എന്നും അവർക്ക് അസുഖമാണ്. എന്നാൽ ഈ അസുഖം മാറുന്നേ ഇല്ല. കുട്ടികൾക്ക് എപ്പോഴും അസുഖം, വീട്ടമ്മയ്ക്ക് എപ്പോഴും അസുഖം. അങ്ങനെയാണ് ഇതുപോലെ ഒരു അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഈ വീടിൻ്റെ അടുക്കളയിരിക്കുന്ന ഭാഗം ഒട്ടും ശരിയല്ല. ഇതുകൊണ്ടാണ്, അതും റെൻറ്റിനുള്ളൊരു വീടാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരിക്കലും ഈ അസുഖം മാറാതെ നിൽക്കുന്നതെന്ന്. പക്ഷേ അവർക്കതിനോട് യാതൊരു അന്ധവിശ്വാസമോ അല്ല ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയൊരു ഉപദേശം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞത് കൊണ്ട് തന്നെ എന്നാൽ ഈ വീടൊന്ന് മാറിയേക്കാം. സ്വന്തം വീടാണെങ്കിൽ അങ്ങനെ മാറിപ്പോകാൻ പറ്റില്ല. പക്ഷേ ഇതൊരു റെൻ്റ് ഹൗസ് ആയതുകൊണ്ട് അവർ ആ വീട് മാറാൻ തീരുമാനിച്ചു. ആ വീട് മാറിയതിന് ശേഷം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ എന്നും കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ആ വീട്ടമ്മയ്ക്ക് വല്ലാത്ത അസുഖമായി ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായ സമയത്താണ് അവരെന്തായാലും ഇങ്ങനെയൊരു ഉപദേശം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ വീടൊന്ന് മാറിക്കളയാമെന്ന് ചിന്തിച്ചത്. അങ്ങനെ ആ വീട് മാറിയതിന് ശേഷം അവർക്ക് യാതൊരു തരത്തിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് തന്നെ അവർ പറഞ്ഞു ഇത് അന്ധവിശ്വാസമല്ല, ഇതെന്തോ ശാസ്ത്രമുണ്ട്. ആ സ്ഥലത്ത് അടുക്കള പാടില്ല എന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ അടുക്കളക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവാം. നമ്മളതുപോലെ പലരുടെയും കേൾക്കുന്നില്ലേ. അപ്പോൾ നമ്മളിതൊക്കെ വിശ്വസിച്ച് പോകും. എന്തായാലും പണ്ടുള്ളവർ ആദ്യം മുതലേ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, വടക്ക് ഭാഗത്ത് തലവെക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ പറയുന്നത് പോലെ വടക്ക് ഭാഗത്ത് തലവെക്കാതിരിക്കാൻ നമുക്കും ശ്രദ്ധിക്കാം.